ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. സ്കൂളൊക്കെ അടച്ചുകൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ള ഒരു വെറൈറ്റി ഒരു കറിയാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അവർ ചോറൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും. അപ്പോൾ അത് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി ചേർത്ത് നമ്മളത് ചൂടായി വന്നപ്പോഴത്തേക്കും വറ്റൽമുളകും കടുകും കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാളയുടെ ചെറിയൊരു സവാള നമുക്ക് കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാടി വന്നെ. അത് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അത് ചേർക്കണ്ട. നമുക്ക് കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ എരിവ് വേണ്ടല്ലോ. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3/4 ടീസ്പൂൺ ചേർക്കുമ്പോൾ അതിൽ നിന്നുള്ള എരിവ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, പച്ചമുളകിൻ്റെ ആവശ്യമില്ല. വലിയവർക്കാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതാ ബീട്രൂട്ട്, ഒരു വലിയ സൈസ് ബീട്രൂട്ട് തന്നെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ബീട്രൂട്ടും കൂടി ഉള്ളിലേക്ക് പോകാനുള്ളതിനാണ് നമ്മളിത് നൈസായിട്ട് ഇട്ട് കൊടുത്തത്. എല്ലാം മൂത്ത് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നന്നായിട്ട് മണം ഈ എണ്ണയിൽ കിടന്ന് തന്നെ മാറി വരണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ശരിക്കും ഒറിജിനലിലെ ടേസ്റ്റ്. രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊടുത്താൽ രണ്ട് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ നമ്മൾ രണ്ടും 2 രീതിയിലിട്ട് കൊടുത്തിട്ട് മൂത്ത് വന്നതിന് ശേഷം 250 ml കപ്പിന് 3 കപ്പ് കട്ട തൈരാട്ടം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അറിയാണ്. ഒരുപാട് വെള്ളമായിട്ട് ലൂസായിട്ട് ഇരിക്കരുത്. ഇതുപോലെ ആക്കി കൊടുത്ത് തീ ഒന്ന് സിമ്മിലാക്കിയിട്ടതിന് ശേഷം ഇതുപോലെ വിസ്കോ സ്പൂണോ വെച്ച് നന്നായിട്ട് ഈ തൈര് ഒന്ന് ഉടച്ച് ഇങ്ങനെ എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ തീ ഒന്ന് ഓണാക്കിയിട്ട് ബാക്കി ആ പാത്രത്തിലുള്ള അതൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ഊറ്റി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിൽ കിടന്ന് തിളയ്ക്കൊന്നും ചെയ്യരുത്. നന്നായിട്ട് ചൂടായി വെള്ളമില്ലാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് എന്നാൽ കുറച്ച് ലൂസി ആയിട്ടുള്ള. അപ്പോൾ നമ്മളിതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കറി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ. കുട്ടികളൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും, ചോറൊക്കെ കഴിക്കും. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അവർ വേറാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ ഫാമിലിയുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 2-3 ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെടുക്കുക. ആവശ്യത്തിനടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ.